നമസ്കാരം. ജൂലൈ 22-ാം തീയതി മുതൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീമുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. നിങ്ങൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഷോർട്ട് വീഡിയോ ഫോർമാറ്റിലൊക്കെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് റീച്ച് ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൂടുതൽ ആളുകൾ ലൈവ് സ്ട്രീമിലൂടെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതായത് സാധാരണ നമ്മൾ ലോങ് വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിട്ടുന്ന ഏർണിങ്സിനേക്കാൾ കൂടുതൽ ലൈവ് സ്ട്രീം ചെയ്ത് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം ഈ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വരെ ബാൻ ചെയ്യപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ഒക്കെ ഡിസേബിൾ ആയി പോകാനുമുള്ള സാധ്യതയുണ്ട്. എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ടുള്ള ഒരു പ്രായപരിധി ഉണ്ട്. അത് 13 വയസ്സും അതിന് മുകളിലോട്ടുള്ളവർക്കുമാണ്. ഇപ്പം 13 വയസ്സുള്ള പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ജൂലൈ 22-ാം തീയതി മുതൽ ഈ പ്രായപരിധിയിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ്. 16 വയസ്സും അതിന് മുകളിലോട്ടുള്ളവർക്കുമേ ഇനി ലൈവ് സ്ട്രീം യൂട്യൂബിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും 13, 14, 15 വയസ്സുള്ളവർക്ക് അപ്പൊ ഇനി ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഈ 13 വയസ്സുള്ള ആളുടെയോ അല്ലെങ്കിൽ 14 വയസ്സുള്ള ആളുടെയോ അക്കൗണ്ടിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഏതെങ്കിലും ഒരു അഡൽട്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ 13, 14 വയസ്സുള്ളവർക്ക് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ അവിടെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു 13, 14 വയസ്സുള്ള ഒരു പയ്യന് അവരുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള ആരുടെയെങ്കിലും പ്രായമായ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഈ അഡൽട്ട് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള വ്യക്തിയുടെ ആ ലൈവിൽ പ്രസന്റ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് പോളിസി വയലേഷൻ ആയിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആവും. ആ ലൈവ് സെക്ഷനിൽ ചാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലൈവ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ലൈവ് സെക്ഷൻ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചാനൽ ലൈവ് ചെയ്യാനുള്ള ഓപ്ഷനോട് യൂട്യൂബ് ബാൻ ചെയ്ത് കളയും. അപ്പൊ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ യൂട്യൂബ് കൊണ്ടുവരുന്നതിന്റെ കാര്യം ചൈൽഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരുന്നത്. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. യൂട്യൂബിൽ നിങ്ങൾ ലൈവ് സെഷൻസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 13 വയസ്സ് മുതൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വയസ്സ് മുതലാണ് നിങ്ങൾ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. അപ്പോൾ ഈ ഒരു പോളിസിയിൽ മാറ്റം വന്നിരിക്കുന്നത് ലൈവ് സെക്ഷനിൽ മാത്രമാണ്. 13 വയസ്സുള്ളവർക്ക് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല.